ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വാർത്ത കേട്ടിട്ടുണ്ടാവും അല്ലേ? 1 ലക്ഷം രൂപയുടെ ഫോണാണേ പണ്ടാരത്തി വീണത്. പക്ഷെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ അതിന് പകരം കൊടുക്കുമെന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് കേട്ടോ. സമയത്ത് നമ്മുടെ ക്ഷേത്രഭരണ സമിതി അംഗങ്ങൾ പറഞ്ഞത് നമ്മുടെ ദൈവത്തിന് കിട്ടിയ ദൈവത്തിനാണെന്നാണേ. പക്ഷെ അത് അബദ്ധത്തിൽ വീണതാണ്, ദൈവത്തിന് സമർപ്പിച്ചല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിട്ട് പോലും അവർ പറയുന്നത് പണ്ടാരത്തി വീണതാണോ അത് ദൈവത്തിനുള്ളതാണോ. ശരിക്കും ദൈവത്തിന് എന്തിനാണല്ലേ ഐഫോണ്? പിന്നെ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പുതിയൊരു അനുഭവമായിരിക്കും അല്ലേ ഇത്. അനുഭവം എന്നല്ല, പുതിയൊരു അറിവായിരിക്കും അല്ലേ ഇത്. കാരണം ഇനി നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴും തൊഴുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പോലും ഒന്ന് വീഴരുതെന്നല്ലേ. പിന്നെ ഇതുപോലെ തന്നെ സംഭവം നേരത്തെ പളനിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പളനിയിലെ ഒരു സ്ത്രീയുടെ മാലയാണ് വീണിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരാണെങ്കിൽ എന്ത് ചെയ്തു, അതെല്ലാം പോയി CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചപ്പം മനസ്സിലായി അവരുടെ മാല തന്നെ വീണേന്ന്. അങ്ങനെ എന്ത് ചെയ്തു, അവരാണെങ്കിൽ അവന്റെ മാല അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇതും ഇപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് ഐഫോൺ അതേപോലെ തന്നെ വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ലപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ തൊഴാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ കാണാൻ വരെ. ടാറ്റാ, ബൈ ബൈ.